അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേനം പ്രധാന വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി. ജിന്നുമ്മയുടെ വെളിപ്പെടുത്തൽ വിഷ്ടം ജിന്ന് മുജാഹിദിൽ മാത്രമല്ല, കേനം പിശാച് മുജാഹിദിലും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി കേനം പിശാച് മുജാഹിദ് പ്രവർത്തകരും നേതാക്കളും തന്നെ സമീപിച്ചിട്ടുണ്ടെന്ന ജിന്നുമ്മയുടെ വെളിപ്പെടുത്തലോടെ കേനം പിശാച് മുജാഹിദിൽ ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കുകയാണ്. ജിന്നുമ്മയുടെ വെളിപ്പെടുത്തൽ ആരോപണം മാത്രമല്ലെന്നും സത്യമാണെന്നും സ്ഥിരീകരിക്കുന്ന കേനം നേതാവിന്റെ ഒരു വോയിസാണിപ്പോൾ വൈറലായിരിക്കുന്നത്. കേനം പ്രവർത്തകരാണെന്ന വ്യാജേന വിഷ്ടം ജിന്ന് മുജാഹിദിൽ വിശ്വസിക്കുന്നവർ ഇപ്പോഴും കേനം പ്രവർത്തകരായി നിലനിൽക്കുന്നുണ്ടെന്നാണ് കേനം നേതാവിന്റെ വെളിപ്പെടുത്തൽ. അവർ ജിന്ന് ചികിത്സയും ജിന്ന് പൂജയും ചെയ്ത് ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ് കേനം നേതാവ് പറയുന്നത്. ജിന്നുമ്മയുടെ വെളിപ്പെടുത്തൽ കേവലം ആരോപണം മാത്രമല്ലെന്ന സ്ഥിരീകരണമാണ് തന്റെ പ്രസ്താവനയിലൂടെ കേനം നേതാവ് നടത്തുന്നത്. കേനം നേതാവിന്റെ പ്രസ്താവന വന്നതോടെ ആഭ്യന്തര കലാപം തുടങ്ങിയിരിക്കുകയാണ്. കേനം നേതാവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കേനം പ്രവർത്തകരാണ് രംഗത്ത് വരുന്നത്. ഈ വിഷയത്തിൽ മുതിർന്ന നേതാക്കളാരും പ്രതികരിച്ചിട്ടില്ല. നേതാക്കളാരും പ്രതികരിക്കാത്തത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. അണികളെ ആശയക്കുഴപ്പത്തിലാക്കിയ, ആഭ്യന്തര കലാപത്തിനിടയാക്കിയ കേനം നേതാവിന്റെ വോയിസ് കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് എൻ്റെ വോയിസാണ്. ഇത് ഇത് പ്രചരിപ്പിച്ചവര്, അതാണ് നമ്മളിത് നോക്കേണ്ടത്. ഇത് ഞാനൊരു ഗ്രൂപ്പില് അവരെ ഒന്ന് ആക്കി പറഞ്ഞ് അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ വീട്ടിലൊരാൾ വന്നപ്പോൾ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത് പെട്ടെന്ന് അവിടെ നിർത്തി അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ ഗ്രൂപ്പ് എന്നെ റിമൂവ് ആക്കി. എനിക്കിത് ബാക്കി പറയാൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഈ വിഭാഗം, ഈ വിസ്തം വിഭാഗത്തിനെയും അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ KNM-ലുണ്ട്. ചില ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ പേരിൽ KNM ആണ്, പക്ഷെ വിശ്വാസം മുഴുവനും വിസ്തത്തിൻ്റെയാണ്. ജിന്ന് വിത്തേട്ടം മാത്രം അവരില്ല, ബാക്കിയെല്ലാം വിസ്തത്തിന്റെ വിശ്വാസമുള്ളവരുണ്ട്. അപ്പൊ അവർക്കെതിരെ പറഞ്ഞതാണ് ഞാൻ. അവർ ഈ ജിന്ന് ചികിത്സക്ക് KNM-ൽ ഒരുപാട് ആളുകൾ ജിന്ന് ഇറക്കാൻ നടക്കുന്നുണ്ടല്ലോ. റുക്കിയ ഷറിയ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കൊണ്ടുപോയി, എനിക്കറിയാം നേരിട്ട് പലതും. പക്ഷെ ഞാൻ നേരിട്ട് സായി തിരൂരങ്ങാടി ഉടനെ നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകൾ, അപ്പൊ നമ്മുടെ ഇടയിൽ ഒരുപാട് KNM-ന്റെ ആളുകൾ വിശ്വാസം ശരിയല്ലാത്തവരുണ്ട്. അപ്പൊ അവരെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതായിരുന്നു. പെട്ടെന്ന് അതൊരു മിനിറ്റിൽ നിന്നപ്പോൾ അതിന് കൂടുതൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ വന്നപ്പോൾ അതിന് ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ആക്കി. എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ വിഷയം. പക്ഷെ ഇതിവിടെ പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ? KNM-കാരാണെന്ന് പറയുന്ന, എന്നാൽ KNM-ന്റെ എതിരാളികളായ കുറച്ച് ആളുകളുണ്ട്. KNM-ൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, തികഞ്ഞ ശിർക്കൻ വിശ്വാസമുള്ളവർ. നമുക്ക് അസുഖം തരുന്നവൻ പിശാചാണെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെക്കാളും മോശം വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ KNM-ലുണ്ട്. അവരൊക്കെ എന്നോട് പലപ്പോഴും ശക്തിയായി വാദിക്കാം. ഞാൻ പറയാറുണ്ട്, അള്ളാഹു മാത്രമാണ് അസുഖം നൽകുന്നവൻ. അതിൽ അള്ളാഹ്ക്ക് ഒരു കൂറുകാരനും പങ്കുകാരനുമില്ല. ഈമാൻ കാര്യമാണ്, തെറ്റിപ്പോകും. അള്ളാഹു ഒരാളും അള്ളാഹുവിൽ നിർബന്ധിതം ചെലുത്തൂല. ഒരാളുടെ പ്രവർത്തനം മൂലം അള്ളാഹ് നിർബന്ധിതനാകൂല. നമുക്ക് അസുഖം തരുന്നവൻ അള്ളാഹു ആണ്. അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് അസുഖം വേണമെന്നുള്ളത് അള്ളാഹ് രേഖപ്പെടുത്തിയതാ. അതൊരു വിശ്വാസിക്ക് പുണ്യമാണ്, അവന്റെ പാപം പൊറുക്കാനുള്ളതാണ്. അവനെ അള്ളാഹു ഇരുമ്പിൽ നിന്നും തുരുമ്പ് നീക്കുന്നത് പോലെ അവനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഈ ലോകത്ത് തന്നെ പുറത്തു തന്നുകൊണ്ട് അള്ളാഹു പരലോകത്തേക്ക് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു അസുഖം വന്നാൽ നമ്മുടെ ഒരു മരത്തിൽ നിന്ന് പഴുത്ത ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ അസുഖം, നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ അള്ളാഹ് പരീക്ഷിക്കും. അപ്പൊ അസുഖം തരുന്നവൻ അള്ളാഹു മാത്രമാണ്. അതിൽ അള്ളാഹുവിന് ഒരു കൂറുകാരനും പങ്കുകാരനുമില്ല. അതൊരു വിശ്വാസിക്ക് പുണ്യവും പാപം പൊറുക്കാനുള്ളതും സ്വർഗം ലഭിക്കാനുള്ളതുമാണ്. അങ്ങനെ നമ്മുടെ പാപം പൊറുക്കാനും സ്വർഗം ലഭിക്കാനും പിശാചിനെ അള്ളാഹു ഒരിക്കലും കാരണമാക്കിയിട്ടില്ല. അള്ളാഹു പിശാചിനെ മുഴുവനും, പിശാചിനെ പറ്റി നമ്മളോട് സൂക്ഷിക്കണമെന്നും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് പറഞ്ഞിടത്ത് മുഴുവനും അവൻ നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മളെ വഴികേടിലേക്ക് നയിക്കുന്നതുമായ വിഷയമാണ്. നരകത്തിലേക്കും വിധേയത്തിലേക്കും നരകത്തിലേക്ക് കൊണ്ടുപോകത്തിക്കും. അല്ലെ, അള്ളാഹുവിനോട് കേട് കാണിപ്പിക്കുന്നവരാക്കി മാറ്റും. ശിർക്കിലും വിധേയത്തിലും ഹറാമിലേക്കും ആക്കി കൊണ്ടുപോകാം. ഇതിൽ നിന്ന് പേടിക്കാനും ഇതിൽ നിന്ന് അവനെ സൂക്ഷിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാകട്ടെ നമുക്ക് സൂക്ഷിക്കാൻ അള്ളാഹു ഇഖ്തിയാറും തന്നിട്ടുണ്ട്. ഇതാണ് പിശാച്. അല്ലാതെ അള്ളാഹു ഒരിക്കലും പിശാച് നിങ്ങൾക്ക് ശാരീരിക ഉപദ്രവം വരുത്തും, അസുഖം വരുത്തും, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ശത്രുവാണേ എന്ന് ഒരു സ്ഥലത്തും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ചാണ് പറഞ്ഞത്. അസുഖം വരുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നൽകുന്ന ഒരു പരീക്ഷണമാണ്. പക്ഷെ അവിടെ പിശാച് കടന്നു വരും കേട്ടോ. നമ്മൾ ഈ അള്ളാഹിന്റെ പരീക്ഷണം അള്ളാഹ് പറഞ്ഞല്ലേ, എത്രയോ ആയത്തുകളിലൂടെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ടൊക്കെ പരീക്ഷിക്കും, മുതൽ കൊണ്ടും പേടി കൊണ്ട്, ഭയം കൊണ്ടൊക്കെ പരീക്ഷിക്കും, സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. അവിടെയൊക്കെ നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. അവിടെ പിശാച് കടന്നു വന്നുകൊണ്ട് നമ്മളെ വഴികേടിലേക്കും ശിർക്കിലേക്കും ഹറാമിലേക്കും വിദഅത്തിലേക്കും അള്ളാഹുവിനോട് പേടി, അള്ളാഹുവിനെ പറ്റി നന്ദികേടിന്റെ വാക്ക് പറയിപ്പിക്കുന്നതിലൊക്കെ പിശാച് എന്ത് ചെയ്യും? ശ്രമിക്കും. അവിടെ നമ്മൾ പിശാചിനെ സൂക്ഷിക്കണം. അതാണ് പിശാച് ഇബാദ.
അവിടെയാണ്. അല്ലാതെ അസുഖം തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾ, ഈ ലോകത്ത് കിട്ടുന്ന മുഴുവൻ പിശാചുക്കളും മുഴുവൻ ആളുകളും അതിന്റെ അനുയായികളും ഒക്കെ ഒരു ഭാഗത്തണി നിരക്കട്ടെ. എന്നിട്ട് നമുക്കൊരു അപകടം, ഒരു അസുഖം വരുത്താൻ, ഒരു ബുദ്ധിമുട്ട് വരുത്താൻ, ഒരു അപകടം വരുത്താൻ അവർ വിചാരിച്ചാൽ നടക്കുവോ? നടക്കൂല. ഇപ്പുറത്ത് നമ്മുടെ റബ്ബാണുള്ളത്. അപ്പൊ നമ്മുടെ റബ്ബിന്റെ അധികാരമാണത്. അതിൽ പങ്കാളികളെ ചേർക്കുന്നു വിസ്റ്റത്തിൽ മാത്രമല്ല KNM-ലും കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. KNM-ന്റെ പേരും പറഞ്ഞ് 2020-യുടെ കുറച്ച് ആളുകൾ, ഇതിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവര് സൗദി അറേബ്യയിലും ഖത്തറിലും ഒക്കെ ഇരുന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതിൽ പല ആളുകളും കുടുങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, പാവങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. പുതിയ മുജാഹിദുകളാണ് അവർക്ക് അറിയില്ല മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്. ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ പിശാചും ജിന്നും പിശാചും കയറി അസുഖം ഉണ്ടാക്കുന്നെന്ന് പറയുന്നതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് നമുക്ക് അസുഖം തരുന്നവൻ അള്ളാഹു മാത്രമാണെന്നും അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണെന്നും അത് നമുക്കൊരു പരീക്ഷണമാണെന്നും അതിൽ ഒരു പിശാചും വരുത്തുന്നതല്ലെന്നും അവിടെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചികിത്സിക്കുകയും ക്ഷമിക്കുകയാണ് വേണ്ടതെന്നും അത് അള്ളാഹിന്റെ പൂർണ്ണ അധികാരമാണെന്നും അള്ളാഹ് ഇഷ്ടപ്പെടുന്നുകൊണ്ട് നൽകുന്നതാണെന്നും നമ്മുടെ പാപം പുറത്ത് കിട്ടാനുള്ളതാണെന്നും നമ്മളെ പഠിപ്പിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്നു ലോകത്തുള്ള മുഴുവൻ പിശാചുക്കളും മുഴുവൻ സൃഷ്ടികളും ഒരു ഭാഗത്തണിയിരുന്നാലും നമുക്കൊരു ഉപദ്രവം വരുത്താൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളിപ്പോ പിശാച് അസുഖം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുന്ന ഒരുപാട് വിസ്റ്റം പോട്ടെ. അതിന്റെ കൂടെ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ചില ആളുകൾ, അതിന് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള അവിടെയുള്ള ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന സൗദിയിലും ബുറൈദിലും ദമാമിലും റിയാദിലും ഒക്കെ ഉള്ള കുറച്ച് ആളുകളും ഖത്തറിൽ നിന്ന് 1, 2 ഏതൊക്കെ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇതിലേക്ക് കയറി വന്ന ആളുകൾ, പുതിയ കുട്ടികളാ, അറിയില്ല അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്, പഠിച്ചിട്ടില്ല അവര്. എന്നിട്ട് അള്ളാഹു ആണ് അസുഖം നൽകുന്നത്, അള്ളാഹുവിന് അതിൽ ഒരു യാതൊരുവിധ കൂറും പങ്കുമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ വരും പിശാച് അസുഖം തരും എന്ന് പറഞ്ഞുകൊണ്ട്. അള്ളാഹു കാക്കട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വീണ്ടും ഒരു ഫിത്ന ഇതാ പിശാച് കൊണ്ടുവന്നിരിക്കുന്നു. മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ വലിയ അബദ്ധമാണിത്. ജിന്നിനോട് തേടുന്നത് മാത്രമെന്നല്ല ഷിർക്ക്, ജിന്നിനോട് തേടിയാൽ ഷിർക്കാകാത്തുണ്ടെന്ന് വിശ്വസിക്കുന്നതിൽ ഒതുങ്ങില്ല ഷിർക്കിന്റെ വിശ്വാസം. പിശാച് നമ്മൾ അങ്ങനെയാ കൊണ്ടുപോകുക. ഒരു ജിന്നി തേട്ടം മാത്രമല്ലല്ലോ ഷിർക്കായിട്ടുള്ളത്, വിശ്വാസങ്ങൾ പഴച്ചാലും ഷിർക്കിലേക്ക് പോകില്ലേ? എന്തൊരു കഷ്ടമാണിത്. എന്നിട്ട് പേടിച്ചിറക്കുക. പിന്നെ അതിന് എത്ര ആളെ മുജാഹിദ് KNM-ൽപ്പെട്ട എത്ര ആളുകളാണ് ഈ ജിന്നിറക്കാൻ നടക്കുന്നതെന്ന് അറിയോ നിങ്ങൾ? വെറുതെ പറയുന്നതല്ല ഇതൊന്നും. ഇതൊക്കെ എന്തുകൊണ്ടായി പിഴച്ച വിശ്വാസം? എവിടുന്ന ഇവർക്ക് ഇത് കിട്ടിയത്? അള്ളാഹു കാക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഈ പണി ചെയ്ത് നടക്കുന്നത്. ബഷീർ സലഫി, നിങ്ങൾ ഇങ്ങനൊന്നും ആവരുത് കേട്ടോ. നമുക്ക് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും അല്പത്തരങ്ങളും ശിർക്കൻ വിശ്വാസവും ഇവിടെ തലനാരിഴിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ മുന്നിൽ, മറുപടി പറയേണ്ടി വരും നിങ്ങൾ. അതാണ് ഇവിടുത്തെ ചർച്ച. അല്ലാതെ എൻ്റെ വോയിസ് എടുത്ത് ചർച്ച ചെയ്യാനല്ലല്ലോ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും ഓരോന്നെടുത്ത് ചോദിക്കും നിങ്ങളോട്. അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെ ഇലാജിന്റെ സമയത്ത് ജിന്നിനോട് ചോദിക്കുമ്പോ അത് ശിർക്കല്ലാത്തൊരു സഹായത്തേട്ടം, ബാക്കിയുള്ളത് ശിർക്ക്. ഇതൊക്കെ ഇതെന്താണിത്? ഇതെന്തത് വെള്ളരിക്കപ്പെട്ടണത്? ഇസ്ലാമിന്റെ നിയമല്ലേ? ഒരു വിശ്വാസപരമായ അക്കീദക്ക് പ്രമാണം ധരിക്കൽ ഇങ്ങനെ? ഇതെന്ത് പ്രമാണം? ആര് പറഞ്ഞു ബാക്കിയുള്ളടത്ത് ശിർക്കും അല്ലാത്തപ്പോൾ ശിർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ട്വിസ്റ്റ് ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? പിന്നെ ഈ സംസാരിക്കുന്നത് ജിന്നിനോടാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ചുണ്ട് കൂട്ടിപ്പിടിച്ച രോഗി സംസാരിക്കുവോ? ഒരു ചുണ്ട് കൂട്ടിപ്പിടിക്കട്ടെ രോഗിയുടെ, അയാൾ സംസാരിക്കും. അപ്പൊ ജിന്നിന് ചുണ്ട് കൂട്ടിപ്പിടിച്ച ജിന്നിന് സംസാരിക്കാൻ കഴിയില്ല ശൈത്താന്? ആ രോഗിക്ക് ഒരു അനസ്തേഷ്യ കൊടുത്താൽ ആ രോഗി എന്ത് ചെയ്യും? മയങ്ങിപ്പോവും. അപ്പൊ ജിന്ന് മയങ്ങും അനസ്തേഷ്യയില്? അപ്പൊ ജിന്നി സംസാരിക്കൂലേ? ഇതാരാണ് ഈ രോഗി സംസാരിക്കുന്ന? ആരാണ് നിങ്ങളോട് പിശാചാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത്? നിങ്ങളൊക്കെ എന്ത് മതമാണ് പറയുന്നത്? എവിടുത്തെ മത? ഇതിനൊക്കെ എന്താ നിങ്ങളെ കയ്യിൽ പ്രമാണം? സൗദി അറേബ്യയിലെ മന്ത്രിയോ സൗദി അറേബ്യയിലെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ? ഇതാണോ ഇസ്ലാമിലെ പ്രമാണം? നിങ്ങളോട് പറഞ്ഞ ഓരോന്നിനും നിങ്ങൾ പ്രമാണം കൊണ്ടുവരേണ്ടി വരും. ജിന്നി പിശാജ് സിഹിറില് ഒരൊറ്റ ആൾക്ക് സിഹിർ വലിച്ചിട്ടുള്ള ആരാണ്? ആ സിഹിർ നബി തങ്ങൾക്ക് വലിച്ചത് പിശാജാണെന്ന് പഠിപ്പിച്ചത്. സിഹിർ വലിക്കുന്നത് പിശാജ് ഉപദ്രവിച്ചിട്ടാണെന്ന് പറഞ്ഞ ലോകത്തൊരാളെ കൊണ്ടുവരണം. നിങ്ങളെ വിടില്ല ഈ ഗ്രൂപ്പില്. പച്ചപ്പൊള്ളി പിശാജിനോട് തേടുന്നതിൽ ശിർക്കല്ലാത്ത ഒരീനുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണം കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായം, സൗദിയിലെ മന്ത്രിയുടെ അഭിപ്രായം, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ല. ഇസ്ലാമിന്റെ പ്രമാണം കൊണ്ടുവന്ന് മുജാഹിദിന്റെ മുന്നിൽ സ്ഥാപിക്കണം നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, മേലെ 2 വീഡിയോ. ഒന്ന്, ആദ്യത്തെ വീഡിയോ എന്താ അറിയോ? നമ്മുടെ കഥാപുരുഷനായ ജ്യോതികർത്താവായ സാക്ഷാൽ റഷീദിന്റെ വിശ്വരൂപമാണ് നിങ്ങൾ അതിൽ കാണുന്നത്. ഇവൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്നിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവിയെ മുശ്രിക്കാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ വോയിസിൽ നമ്മുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യമായി ഇട്ടിട്ടുള്ള ആ വോയിസ് നിങ്ങൾ നോക്കുക.
ആ വോയിസിൽ മൂപ്പര് പറഞ്ഞെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതിക ജിന്ന് പിശാചുക്കളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്ക് അല്ലാത്തതില്ല. ജിന്നിനോട് എന്ത് പറഞ്ഞാലും എന്തായി? ശിർക്കായി. കാരണം എന്താ? മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ജിന്നിനോട് എന്ത് പറഞ്ഞാലും ശിർക്ക്. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയതും ശിർക്ക്. ശിർക്കല്ലാത്തതൊന്നും ഉണ്ടാകൂല. അതാണ് ഇവിടെ മൂപ്പര് സ്ഥാപിച്ചിട്ടുള്ള അടിസ്ഥാനം. എന്നാൽ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങളൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് അതിൽ പറയുന്നത്? അതിന് മൂപ്പര് പറയുന്നു, എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. കണ്ടാ, ശരിക്കും ശ്രദ്ധിച്ചോണം. എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്ത് ചോദിച്ചാലും ശിർക്ക് എന്ന് പറയാൻ പറ്റാത്തത് എന്താണ്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണ് ജിന്ന് എങ്കിൽ എന്ത് ചോദിച്ചാലും ശിർക്കാകണ്ടേ? എന്ത് ചോദിച്ചാലും ശിർക്കാവൂല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണ്? ഇസ്തിഗാഥയാണ് ഇവിടുത്തെ വിഷയം, സഹായതേട്ടമാണ് വിഷയം. അപ്പൊ ജിന്നിനോട് സഹായതേട്ടം നടത്തുക, ഇസ്തിഗാഥ എന്ന് പറഞ്ഞ സംഗതി നടത്തല്, അതാണ് പ്രശ്നം. അല്ലാതെ ജിന്നിനോട് എന്ത് ചോദിക്കലും അല്ല. പിന്നെയോ തെളിവും മൂപ്പര് പറഞ്ഞു, എന്ത് ചോദിച്ചാലും ശിർക്കാകുമില്ല. കാരണം എന്താണ്? സഹാബിമാരിൽ ചരിത്രങ്ങളിലുണ്ട്, സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ചോദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നിനോട് പലതും ചോദിച്ചിട്ടുണ്ട്, പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും എന്തല്ല? പ്രാർത്ഥനയല്ല, ഇസ്തിഗാഥയുമല്ല, കേവലം ചോദ്യമാണ്. അതെങ്ങനെ ചോദ്യമായത്? അദൃശ്യവും അബോധ്യവുമായ ജിന്ന് അവിടെ എന്തേ ആ ചോദ്യങ്ങളൊന്നും ശിർക്കും കുഫറും ആകാത്തത്? ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് എന്ത് പറഞ്ഞാലും ശിർക്കാന്ന ഇവിടെ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് വൈരുദ്ധ്യത്തിന്റെ കലവറ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ എന്തൊക്കെ ചോദിക്കാൻ പറ്റിയ? പെണ്ണിനും കുട്ടികൾക്കൊക്കെ സുഖം തന്നെ അല്ലേ? എന്തൊക്കെയാണ് വർത്താനം? ശരീരമൊക്കെ നല്ലോണം തന്നെ അല്ലേ? ശരീരമൊക്കെ എങ്ങനെ ഉണ്ട്? ശരീരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ് ആർക്ക്? റഷീദിന്. അപ്പൊ ജിന്നിനെ കണ്ടാലും എന്താണ്? ശരീരമൊക്കെ നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ശിർക്കല്ല. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും നല്ലോണം സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചാലും ശിർക്കാവൂല. ആരോട്? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അബുദ്ധിയുമായി ജിന്നിനോട് ഇതൊക്കെ ചോദിക്കാം. അതൊന്നും എന്തില്ല, അവിടെയൊന്നും ശിർക്കിന്റെയോ കുഫറിന്റെയോ പ്രശ്നം ഇല്ല. പിന്നെങ്ങനെ ജബ്ബാർ മൗലവി മുശ്രിക്കായത്? ജബ്ബാർ മൗലവി അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. പിന്നെങ്ങനെ ജബ്ബാർ മൗലവി മുശ്രിക്കായത്? അദ്ദേഹത്തിന്റെ മാത്രം അങ്ങനെ ശിർക്കായത്? ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചപ്പോ എങ്ങനെ ശിർക്കായത്? ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചപ്പോ എങ്ങനെ പ്രാർത്ഥനയായത്? അതെങ്ങനെ ശിർക്കായത്? എന്താണ് അതിന്റെ മാനദണ്ഡം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ സ്ഥലത്ത് ഓരോരോ ന്യായമാണ്. മനസ്സിലായി? ഖുറാഫികളുടെ മുമ്പിൽ കുടുങ്ങിയാൽ അവിടെ ഒരു ന്യായം, തൊട്ടിപ്പുറത്ത് കുടുങ്ങിയാൽ ഇവിടെ വേറെ ന്യായം, അപ്പുറത്ത് കുടുങ്ങിയാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മുമ്പിൽ കുടുങ്ങിയാൽ വേറൊരു നിയമം. ഇതാണ്. അതല്ലേ അനീഫ് കായക്കൊടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അനീഫ് കായക്കൊടിയുടെ തൊട്ട് താഴെ നോക്കുക. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.